കാര്യമില്ല മഞ്ജു. നീ ഇപ്പൊ 2 വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ. മഞ്ജു വാര്യറാണ്. സനുവിന്റെ വീഡിയോ ഞാൻ കണ്ടു. അമേസിംഗ്. പണ്ട് ഞാൻ പരിചയപ്പെട്ട സമയത്തുണ്ടായിരുന്ന സൺലൈറ്റിനോട് എനിക്ക് ഇപ്പോഴും നല്ല സ്നേഹമുണ്ട്. ഇപ്പോഴത്തെ സൺലൈറ്റിനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടല്ല പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത്. അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കത് സമയമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇത് എന്നെ മാത്രം ബാധിക്കുന്ന വിഷയം, എന്നെ അത്ര ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഒരു ക്ലാരിറ്റി ഈ കാര്യങ്ങൾക്ക് വേണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. സമയവും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി ഇതിനു മുമ്പിട്ടുള്ള പോസ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഒരു മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൊല്ലുവാൻ ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഞാനല്ല. ഒരാളുടെ മാനസിക നിലയോ ഒരാളുടെ ചിന്താഗതിയോ സ്വഭാവ സവിശേഷതയോ ഇതൊന്നും വിലയിരുത്താനായിട്ട് ഞാൻ ആരുമില്ല. ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്ട് ചെയ്തു, ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മോ അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസിന് വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസിൽ നമുക്ക് കിട്ടുകയും ചെയ്തു, അപ്പൊ ചില ഫെസ്റ്റിവലുകൾ റിജക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമയുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട്, അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സിനിമയും ഡിസോൺ ചെയ്യില്ല. അത് നല്ലതായാലും ചീത്തയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എൻ്റെ ഏത് സിനിമയും, ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമയും ഞാൻ ഡിസോൺ ചെയ്യില്ല. അങ്ങനെ പുള്ളി നമുക്ക് IFFK സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു IFFK ആൾക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണ്, സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ IFFK അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അജയന്റെ 2-ാം വർഷം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട്, പുറത്ത് തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംബന്ധിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട്. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരിക്കലും തിയേറ്റർ റിലീസിന് എതിര് നിൽക്കില്ല. കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം, അതിന്റെ റിസ്ക് അവരെടുത്തോട്ടെ എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട്, കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ IFFK വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊരു വൈഡ് റിലീസ് ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കിത്തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ OTTയിൽ നമുക്ക് ഇതിന്റെ സെയിലിന്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ OTTകളുമായിട്ടും എൻ്റെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. എൻ്റെ മാനേജർ ഗൂഗിളുണ്ട്, ഗൂഗിൾ വഴിയും ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ സംസാരിപ്പിക്കുന്ന സമയത്ത് OTT എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് ആണ്, ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവര് ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ ക്രിയേറ്റീവ് റൈറ്റ്സ് മുഴുവൻ അവർക്ക് കൊടുക്കണം. നമ്മളൊരു സിനിമ സെല് ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സിനിമകളും OTTയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയേറ്റീവ് റൈറ്റ്സ് ഉൾപ്പെടെ മേടിക്കുക എന്നുള്ളതാണ്. അന്ന് സല്ലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു IP റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ എൻ്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കുന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പൈസ മുടങ്ങി കിടക്കുന്നത് ഞങ്ങളുടെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്നാലും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹമാണ് സിനിമ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കണ്ട. കാര്യം ഞാൻ ഈ സിനിമ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്റെ ഭാഗത്ത് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതുപോലെ പുള്ളി പറഞ്ഞു മറ്റേ എന്റെ കരിയർ അറ്റ് സ്റ്റേക്ക്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ചേട്ടാ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ അന്നൊരു പരാജയ ചിത്രമാണ്, ടോനൊരു ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ 2 ദിവസം പറയുമായിരിക്കും. പക്ഷേ ഒരു 2-3 സിനിമ കൊണ്ട് എനിക്ക് അതിനെ ഓർക്കം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ സിനിമ അറിയിക്കുന്ന റെസ്പെക്ട് കിട്ടില്ല. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്നും ഞാൻ ക്രോസ് ചെക്ക് ചെയ്തതാണ്. അതിന്റെ കയ്യിൽ കിടപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും കേൾക്കാം. അതിനുശേഷം ഈ OTTയുടെ ഈ പറഞ്ഞ പരിപാടികൾ നടക്കാതായപ്പോൾ ഞാൻ പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് OTTയിൽ റിലീസ് ചെയ്താലോ. ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാം, പക്ഷെ നമ്മൾ ഓൾറെഡി കുറേ ആൾക്കാർ വെറുപ്പിച്ചു ഇങ്ങനെ റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടൻ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല, ചേട്ടൻ വാശി വിട്ടാൽ നമുക്ക് സെല് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജ് അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വാശിയൊന്നുമില്ല, നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു, എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല് ചെയ്യാൻ പോളിസീസിന് പാലിച്ചുകൊണ്ട് സെല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വീണ്ടും നമുക്ക് പോളിസീസിനൊക്കെ ഈ പറഞ്ഞ OTTസിനൊക്കെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഗൂഗിളിനോട് പറയണ്ട. അപ്പോൾ ഗൂഗിൾ എന്തോ പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്, എനിക്കറിയില്ല.
ഗൂഗിളിന് അങ്ങനെ ആരും തകർക്കാൻ ശ്രമിക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഗൂഗിളിന് സനൽകുമാർ ശശിധരൻ എന്നുള്ള ഡയറക്ടറെ പരിചയം തന്നെ ഞാൻ വഴിയാണ്, അല്ലാതെ വേറൊരു പരിചയമുള്ളതല്ല. അപ്പോൾ ഗൂഗിൾ വഴി ചെയ്യേണ്ട, ഇങ്ങനെയാണ് പറഞ്ഞത്. അതും കണ്ടു, ഗൂഗിളിനോട് പറയേണ്ട, ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് അയച്ചിരിക്കുന്നത് 2023 ജൂലൈ 23-നാണ്. അപ്പോൾ അതിന് ഞാൻ ഓക്കെ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പിന്നെ OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സനലേട്ടൻ ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്. OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത്. ഇതാണ് സത്യാവസ്ഥ. പുള്ളിയും ശ്രമിച്ചു, പുള്ളി തന്നെ ഗൂഗിളിനോട് പറയേണ്ട, പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന്റെ കാരണങ്ങൾ ഇതാണ്. ഞാനിത് കഴിഞ്ഞിട്ട് അക്കാഡമിക് സർക്കിളിലുള്ള വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ കരിയർ ഏതെങ്കിലും ഒരു സിനിമ അക്കാഡമിക് സർക്കിളിലുള്ള സിനിമ ചെയ്തിട്ട് ആ സിനിമ സാമ്പത്തിക ലാഭം കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്നൊരു കരിയറാണെന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ അദൃശ്യജാലകങ്ങൾ പോലൊരു സിനിമ കോ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും അത് തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ്. അന്നൊരു ദിവസം ഫുൾ ഞാൻ പ്രൊമോഷൻ വന്നിരുന്നത് ഇവിടുത്തെ എല്ലാ മീഡിയാസും കണ്ടതാണ്. ഡോക്ടർ ബിജു സാറും അതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രാധികയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സിനിമ നമ്മൾ OTT-ലും അവർ വാങ്ങി. കാരണം പോളിസീസ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. സോഷ്യൽ പ്രൊഫൈല് ഡോക്ടർ ബിജു സാറിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നല്ലതായിരുന്നു. അപ്പൊ ഞാൻ കൊമേഴ്ഷ്യൽ, പിന്നെ ഞാനും ഈ ഗിരീഷ് ചേട്ടനുമാണ് ഇതിനകത്ത് ഫണ്ട് മുടക്കിയിരിക്കുന്ന ആൾക്കാർ. ഞാനൊരു 27 ലക്ഷം മുടക്കിയിട്ടുണ്ട്, പുള്ളി ഒരു 27 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. സനലേട്ടന് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. പുള്ളി പലതവണയായിട്ട് ശമ്പളമായിട്ട് മേടിച്ചിട്ടുണ്ട്. IFFK സ്ക്രീൻ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഞങ്ങൾ അത് എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല, അതും പുള്ളി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലൊന്നും എനിക്കൊരു പരാതിയില്ല, കാര്യം പുള്ളിക്കും ജീവിച്ചു പോകാൻ പൈസ വേണം ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇത് ഫാക്ടുകൾ നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. പുള്ളി എന്നോട് ചെയ്ത പോലെ പുള്ളിയുടെ ക്യാരക്ടർ അസാസിനേഷൻ എന്റെ കാര്യമേ അല്ല. എനിക്ക് ഇപ്പോഴും പുള്ളിയോട് ആസ് എ ഫിലിം മേക്കർ റെസ്പെക്ട് ഉണ്ട്, പുള്ളി ചെയ്ത സിനിമയോട് ഇഷ്ടമുണ്ട്. പണ്ട് ഞാൻ പരിചയപ്പെട്ട സമയത്തുണ്ടായിരുന്ന സനലേട്ടനോട് എനിക്കിപ്പോഴും നല്ല സ്നേഹമുണ്ട്. ഇപ്പോഴത്തെ സനലേട്ടനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ മഞ്ജു വാര്യർ അതേപോലെ സനൽകുമാർ ആയിട്ടുള്ള ആ ഒരു വിഷയം, അപ്പൊ ആ ഒരു വിഷയത്തിനകത്ത് ടൊവിനോ അതിന് മുന്നേ ഈ സനൽകുമാർ എന്ന് പറഞ്ഞ ആളുമായിട്ട് ടൊവിനോയ്ക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ടൊവിനോ ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി ഈ സനൽകുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ ഹിസ്റ്ററി എന്താണ്, അതായത് പുള്ളി എങ്ങനെയൊക്കെയാണ്, അതായത് ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് മുമ്പിനകത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ സനൽകുമാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുള്ളി ഇപ്പൊ മഞ്ജു വാര്യർ പുള്ളിനെ പ്രണയിച്ചു എന്ന് പറയുന്നു, പിന്നെ പുള്ളി മഞ്ജു വാര്യറിനെ പ്രണയിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ ഇങ്ങനെ ഓരോ അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെറുതെ ഒരാൾക്കെതിരെ ഒരു വിവാദം ഉണ്ടാക്കണതായിട്ടാണ് എനിക്കിപ്പോ ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് എന്തെങ്കിലും വേറൊരു അടിസ്ഥാനം ഉണ്ടെന്നോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നണില്ല. ചിലപ്പോ അത് എന്റെ മാത്രം തോന്നലും ആയേക്കാം. പക്ഷെ ഈ പുള്ളിക്കാരന്റെ ഇപ്പൊ പാസ്റ്റ് ഹിസ്റ്ററീസും അതേപോലെ ഇപ്പൊ ടൊവിനോ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഈ പുള്ളി പറയുന്നതിനകത്ത് എന്തെങ്കിലും ജെന്യുവിനിറ്റി തോന്നണമെങ്കിൽ പുള്ളി അങ്ങനത്തെ എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളി ഈ സംഭവം സംസാരിക്കണം. ഇത് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് പുള്ളി ഒരാൾക്കെതിരെ ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നൊന്നും എനിക്ക് അതിനകത്ത് ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു അഭിപ്രായമായിരിക്കാമുള്ള, നിങ്ങൾക്ക് ചിലപ്പോൾ സനൽകുമാർ എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ ഭാഗത്തായിരിക്കാം നിങ്ങൾക്ക് ഞാൻ തോന്നുന്നത്. എന്താണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടോ. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താം. എനിക്ക് അത്ര മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് ടാറ്റ ബൈ.